എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? അയ്യോ അടിപൊളിയായിരുന്നു. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ബോഡി ഷെയ്മിങ്ങും ക്യാരക്ടർ അസാസിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അപ്പൊ ഇതൊക്കെ പറയുന്നവർക്ക് എതിരെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അനുമോള് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, പുലിവാലി ആളെ ആദ്യമായിട്ട് കീറിയത് അതുപോലെ ഇതുപോലെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ഞാൻ പറഞ്ഞത് അക്ബർ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് സാരമില്ല, സംസ്കാര സമ്പന്നമായ ഒരു പൈതൃകം അവകാശപ്പെടാനില്ലാത്തതിന് കുഴപ്പമാണ്. മനസ്സിലായില്ലേ? മനസ്സിലാകണമെങ്കിൽ താനും തന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ നല്ല തന്തയ്ക്ക് ജനിക്കണം. രേണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സേഫ്റ്റി ടാങ്ക് ആണ്. ചരിത്രം പറയാടോ, അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരമില്ലായ്മ പറയാം. ഞാൻ എന്തൊക്കെ എനിക്ക് വിളിക്കായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ ഇപ്പോഴും ഞാൻ ഇപ്പൊ ആഫ്റ്റർ പാർട്ടിയുടെ അപ്പോഴും ഞാൻ രേണു വെച്ച്. നീ രാവിലെ ഗുളി കഴിച്ചില്ലേ? നീ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ ചിരിക്കുന്നതിന്. ഈ വില്ലയില് പാവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കലുണ്ട്. അപ്പൊ ഇപ്പൊ അപ്പൊ ഇതങ്ങോട്ട് ഈ ഒരു ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ അതൊരു ടാസ്ക്, ഒരു പേരിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതിന്റെ അപ്പുറത്ത് തീർച്ചയായിട്ടും പൊട്ടന് ലോക പൊട്ടനാണ്. പൊട്ടന് ലോക പൊട്ടൻ. ഇപ്പൊ രേണു ചേച്ചിയുടെ ഫാമിലി ഒക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ മോനെ വാടാ ഭയങ്കര കമ്പനിയാണ്. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അത്യാവശ്യം നല്ലോണം തെറി വിളിച്ചു അല്ലേ ഹൗസുകാർ? തെറി ഇൻ ദ സെൻസ് ചീത്ത വാക്കുകൾ. അത് ആദ്യം പറഞ്ഞത് അക്ബറിനെ പറ്റിയിട്ടാണ്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ചീത്ത വാക്കുകൾ എന്താണ് പറഞ്ഞത്? ഞാനിവിടെ അത് പറയണോ? അതുകൊണ്ടല്ലേ ലാലേട്ടൻ ഒരുപാട് പ്രാവശ്യം ഈ ശശാങ്ക മുതലാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. എടാ പറഞ്ഞു കൊടുക്കടാ. മുതലാളി ആള് വെറും ചെറ്റയാണ്, തെണ്ടിയാണ്, പരമനാറിയാണ്, സ്ത്രീയാണ്. ഞാൻ ആക്ച്വലി ഒരു തെറി എന്ന് പറയുന്ന പ്രയോഗം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒനീലിന്റെ അടുത്താണ്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. പെട്ടെന്ന് വയലന്റ് ആവുന്നു, ദേഷ്യം വരുന്നു, പില്ലോ എടുത്തെറിയുന്നു, മറ്റു പുറകിൽ കൈയൊക്കെ കെട്ടിയിട്ട് ഇപ്പൊ ഇടിക്കുന്നുള്ള പോലെ നടക്കുന്നു. ഈശ്വരാ, ഞാനിങ്ങനെ ഒരു കോമർ കഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാ. അക്ബർ ആക്ച്വലി കുറച്ചൊരു അഗ്രസീവ് ആണ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സമയം. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്. സ്റ്റേജിൽ കണ്ടിട്ടുള്ള അക്ബർ അത്യാവശ്യം കൗണ്ടർ അടിക്കും. ഞാൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്. ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ. അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. പാചകത്തിന് രാജകുമാരി ക്യാരക്ടർ കൂതാരകുമാരി ബിഗ് ബോസിലെ റാണി, ബിഗ് ബോസിലെ റാണി. ബിഗ് ബോസിലെ റാണി ഒരക്ഷരം പോലും തെറ്റിയില്ല. ഒരു വേറെ പരിവേഷമാണ് ഒരു പ്ലേ ബാക്ക് സിംഗറിന് എപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാവും. പെട്ടെന്ന് അക്ബർ വന്നിട്ട് ആകെ അഗ്രസീവ് ആവുന്നു, ദേഷ്യം വരുന്നു, ഇടിക്കാൻ പോകുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അവസാനം ഒരു പോയിന്റിൽ ബിഗ് ബോസ് വിളിച്ചിരുത്തി ബിഗ് ബോസിന്റെ വരെ നില വിട്ട് ചീത്ത വഴക്ക് പറയണ്ട, ശാസിക്കണ്ട ഒരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ബിഗ് ബോസിന് കിട്ടിയ ഏറ്റവും വലിയ ഫ്രണ്ട് ആരാണ്? തീർച്ചയായിട്ടും അപ്പാനി, ആര്യൻ, നെവിൻ, ജിസൈൽ, റന, ഇത് ബിന്നി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ എനിക്ക് അതിന് മുന്നേ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആര്യൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആര്യൻ്റെ എനിക്ക് ഇവൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ അവർ ടോക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ എന്താ കാര്യം അവരുടെ ആ ഒരു കംഫർട്ട് സ്പേസ് പോകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അവരെ നിങ്ങളെ ഭയപ്പെടുന്നു എന്നല്ലേ? അല്ല, കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അന്ന് എന്താ ആക്ച്വലി സംഭവിച്ചത്? ക്യാപ്റ്റൻ ആയപ്പോ നിങ്ങൾക്കൊക്കെ മറ്റേ എന്തോ ബാധ കയറിയോ? ബാധ കയറിയിട്ടൊന്നുമില്ല. അതായത് ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഏജൻസിയിൽ കിച്ചൺ ടീം മാത്രമാണ് വർക്ക് ചെയ്തത്. അതായത് ഞങ്ങൾ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. വേറെ ആരും അവിടെ ഡ്യൂട്ടി ചെയ്തിട്ടില്ല. നിങ്ങളുടെ കിച്ചണും സ്പ്ലിറ്റ് ആദ്യമായിട്ട് കിച്ചൺ പിന്നെ ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്.
എടാ മരമണ്ടം കഴുതേ നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. പിടിക്ക്. ബാലു ഇരിക്കുന്ന സ്ഥലം തുടച്ചു കൊടുക്ക്. നിനക്ക് പറ്റിയ പണിയതാ. വേഗം ചെല്ല്.